free zone businesses can now officially operate in Dubai mainland. You might not need a branch license also. അതായത് ചിലപ്പോൾ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഒരു NOC, സാധാ ഒരു LLC ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രീ സോൺ എൻറ്റിറ്റി, ഫ്രീ സോൺ കമ്പനി, ഇങ്ങനത്തെ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ they will have to register for corporate tax. ഫ്രീ സോൺ ലൈസൻസ് ഉള്ളവർക്ക് ഇപ്പോൾ മെയിൻ ലാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യാമെന്നൊരു വാർത്തയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും സ്വാഗതം എക്സ്പേർട്ട് അഡ്വൈസിലേക്ക്. ഞാൻ ഡയനസുമൻ. നമ്മളോടൊപ്പം ഉള്ളത് CA ജെയ്സൺ മണ്ഡപത്തിൽ, ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ നിന്നാണ് ഇദ്ദേഹം എത്തിയിട്ടുള്ളത്. സ്വാഗതം ഷോയിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കേട്ട വാർത്ത എത്രത്തോളം ശരിയാണ്? ഫ്രീ സോൺ ലൈസൻസ് ഉള്ള ഒരാൾക്ക് മെയിൻ ലാൻഡിൽ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? അതെന്താ അത്? യെസ്, ദിസ് ഈസ് വൺ ഓഫ് ദി ഹോട്ട് ടോപ്പിക്സ് ദാറ്റ് ഹാസ് ബീൻ ഗോയിങ് ഓൺ. അതായത് ഏകദേശം ഒരാഴ്ച ആയിട്ടുമില്ല. എക്സിക്യൂട്ടീവ് കൗൺസിൽ റെസൊല്യൂഷൻ നമ്പർ 11 of 2025 എന്ന് പറഞ്ഞൊരു ഡിസിഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഡിസിഷൻ പ്രകാരം ദേ ആർ സെയിങ് ഫ്രീ സോൺ ബിസിനസ്സസ് ക്യാൻ നൗ ഒഫീഷ്യലി ഓപ്പറേറ്റ് ഇൻ ദുബായ് മെയിൻലാൻഡ്. അതായത് മെയിൻലാൻഡിൽ ചെയ്യുവാണെങ്കിൽ ദുബായ് മെയിൻലാൻഡ് എന്നൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട് ഇവിടെ. ഏത് ഫ്രീ സോൺ ഉള്ളവരും ദേ ക്യാൻ ഓപ്പറേറ്റ് ഇൻ ദുബൈസ് മെയിൻലാൻഡ് ഓവർ ഹിയർ. അപ്പോൾ ഈ ഒരു വാർത്ത വന്നപ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഒരു ഫ്രീ സോൺ ബിസിനസ് ഒരാൾക്കാണെങ്കിൽ ദേ വുഡ് ബി തിങ്കിങ് ലൈക്ക് വൗ, ഇത് നല്ലൊരു ന്യൂസ് തന്നെ ഉണ്ട്. അതായത് ദേ ക്യാൻ എക്സ്പാൻഡ് ഇൻ ടു പുതിയ മാർക്കറ്റ്സ്, ദേ ക്യാൻ ടാപ്പ് ഇൻ ടു മെയിൻലാൻഡ് മാർക്കറ്റ്സ് ആൻഡ് അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സും മനസ്സിലിങ്ങനെ വരുന്നുണ്ട് എല്ലാവർക്കും. ആൻഡ് ഇറ്റ്സ് ന്യൂ, പീപ്പിൾ ആർ സ്റ്റിൽ ട്രൈങ് ടു ഫിഗർ ഔട്ട് ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ ഒരു റെസൊല്യൂഷൻ വന്നപ്പോൾ ദർ ആർ മെനി upsides to it, there are many downsides to it, there are many hidden aspects that everyone should be aware of. Appo adaയിരിക്കും that we'll try to focus on in this. True. Appo idinathu ingane oru decision vannappo adinathu what are the pros you could say? Right. So upsides nokkuvaanengil, or what are the what do you say, attractions of this new council resolution would be ആദ്യത്തെ പോയിന്റ് പറഞ്ഞതുപോലെ, അതായത് ബിസിനസ്സസ് ക്യാൻ നൗ ഒഫീഷ്യലി എക്സ്പാൻഡ് ഇൻ ടു ദ മാർക്കറ്റ്. അതായത് ഫ്രീ സോൺ അല്ലെങ്കിൽ B2B ബിസിനസ് മാത്രം നോക്കാതെ ദേ ക്യാൻ ഓൾസോ അറ്റൻഡ് ടു എൻഡ് കസ്റ്റമർ, ഒരു B2C മോഡലിലോട്ട്, അതും ഡയറക്ട്ലി മെയിൻലാൻഡ് കസ്റ്റമേഴ്സിനെ തന്നെ അവർക്കിപ്പം ടാപ്പ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു മാർക്കറ്റിൽ നിന്ന് ദേ ക്യാൻ എക്സ്പാൻഡ് ടു എ മച്ച് ബിഗർ മാർക്കറ്റ്. That would be the first point that they can look into. Diversify into different areas. All these are coming. And secondly, foreign investors would really love this. അതായത് ഒരു ഫോറിൻ കൺട്രിന്ന്, സേ നാട്ടിൽ നിന്നായിരിക്കാം, US നിന്നായിരിക്കാം, let it be any country, foreign investors would definitely want to come to UAE, set up a company in a free zone, and at the same time deal with mainland clients also. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിലോട്ടും പോകുന്നുണ്ട്. And of course it goes without saying, a very side effect would be job creations would happen. ഇപ്പം you're in free zone, you're doing free zone business, you need staff inside the free zone. At the same time mainland lote deal cheyanundengil we will have to have some people there also. So indirectly it is creating more employment opportunities. Now with cheynene munne there are many compliance issues also. There are certain ways that you will have to do this. അതെന്തൊക്കെയാണ് ഈ ഒരു കോഷ്യസ് ആയിരിക്കേണ്ട സൈഡ് ഒന്ന് പറയാമോ? Yes, ആദ്യം the first thing is, ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രീ സോൺ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ if you want to operate in Dubai's mainland, your first step is approval. ഒരു അപ്രൂവൽ എടുക്കണം അല്ലെങ്കിൽ ഒരു ലൈസൻസ് എടുക്കണം. Now how this works is, they have said you have two main options. First option is മെയിൻലാൻഡിൽ ഒരു ബ്രാഞ്ച് ലൈസൻസ് ആയിട്ട് തുടങ്ങാം. അതായത് ദുബായ് എക്കണോമി ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ലൈസൻസ് അതോറിറ്റിയുടെ അടുത്ത് പോയാൽ അവരുടെ ഒരു അപ്രൂവൽ കിട്ടും. അത് നിങ്ങളുടെ ഫ്രീ സോണിൽ നിന്ന് ഒരു അപ്രൂവൽ കിട്ടിയിട്ട് ആ അപ്രൂവൽ വെച്ച് ഇഫ് യു അപ്രോച്ച് DET, ദുബായ് എക്കണോമി ആൻഡ് ടൂറിസം, they will issue a branch license to you. And approximate cost ഒക്കെ എങ്ങനെ വരും? Yes, cost will be ഏകദേശം same branch license that any businesses are taking. There is no distinction. ഏകദേശം ഇപ്പോൾ ഓടുന്ന ബ്രാഞ്ച് ലൈസൻസിന്റെ സെയിം കോസ്റ്റ് തന്നെ ആയിരിക്കും ഇതിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫ്രീ സോൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ പോയി പുതിയൊരു കമ്പനി തുടങ്ങേണ്ട ആവശ്യമില്ല, മറിച്ച് you just have to open a branch. അതായത് extension of the main company itself എന്ന രീതിയിൽ you just have to open. They are also specifying the fact that you might not need a branch license also. അതായത് ചിലപ്പോൾ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഒരു NOC ഇതുപോലത്തെ ഒരു ഡോക്യുമെന്റ് മാത്രം മതിയായിരിക്കാം. That we are not sure yet, കാരണം ഇതിപ്പം വന്നിട്ടേ ഉള്ളൂ. They are still working the effects of it.
And also one more thing that you'll have to be aware of is that your benefit is given only to certain activities. Like activities like? That even I don't know. Karnam, in the resolution that came out, they haven't mentioned what these activities are. Alright. They said within the coming 6 months, Alright. they will release what are the list of these activities that are going to follow. So we have to wait for 6 months We for have this. to wait. So they dropped a bomb, but now we have to wait. Adinte continuation or adinte bits and pieces എന്തായിരിക്കും. ഓക്കെ. മറ്റെന്തെങ്കിലും സൈഡ് ഇഫക്ട്സോ അല്ലെങ്കിൽ അതിന്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ടോ? യെസ്, ഹെവി ആയിട്ട്. ഇപ്പം now from a business perspective, ഒരു ബിസിനസ് ഓണറുടെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ. അതായത് ഇപ്പം ലീഗലി യു ക്യാൻ ഗോ ആൻഡ് do business in the mainland, tap to more customers, expand your market over there. So from a business point of view, this is a big expansion indeed. It's not that ഇപ്പം നോക്കിയാലും there are free zone business doing business with the mainland. ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട്, though they are not allowed to. പക്ഷേ ഫ്രീ സോൺ അതോറിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് they are not paying attention to it. അതായത് അവരതൊരു വിഷയമാക്കുന്നില്ല ആസ് ഓഫ് നൗ. പക്ഷേ ഈ ഒരു നിയമം വന്നപ്പോഴത്തേക്കും അതൊരു വിഷയമാക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. സോ നൗ they are saying നിങ്ങൾ ഫ്രീ സോൺ ബിസിനസ്, if you're doing business in the mainland already as of today, they will give you 1 year time to comply with the new law. അതായത് പോയി അപ്രൂവൽസ് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ലൈസൻസ് തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു NOC എടുക്കാൻ, ഇതൊക്കെ കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലത്തെ ടൈം ഇവർ തരുന്നുണ്ട്. സോ they are aware that people do it as of now also, but they are giving a timeline. Within 1 year's time, go and get yourself complied with this law. അതായത് registered approvals എടുക്കുക, NOC എടുക്കുക, അല്ലെങ്കിൽ ബ്രാഞ്ച് ലൈസൻസ് തുടങ്ങുക, do whatever the resolution is saying. Now the downside of this is, or some things that people have to keep in mind is, apart from the business perspective, is compliance points. നമ്മൾ compliance സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ, first thing that they've said is you have to maintain separate books of accounts for your free zone company and your mainland activity. അപ്പോൾ ഫ്രീ സോൺ though you are one company itself, legally you are one company, പക്ഷേ for the authorities they said you have to specifically make free zone books of accounts and mainland books of accounts. അപ്പോൾ അവിടെ തന്നെ ഒരു അക്കൗണ്ടിങ് ചാലഞ്ച് വന്നു. ഞാനിപ്പം ഫ്രീ സോൺ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രീ സോൺ ബുക്സിൽ ഞാൻ എഴുതണം. ഞാൻ മെയിൻലാൻഡ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു റൈറ്റ് mainland books of accounts. Appo income and expenses, assets and liabilities, all of these I have to keep separate. And we'll have to submit it to the government. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ എക്സ്പെർട്ട് അഡ്വൈസിൽ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു, ഫ്രീ സോണിൽ ഒരു ബിസിനസ്സിന് അൺടിൽ സർട്ടൻ കാറ്റഗറി അല്ല എങ്കിൽ കോർപ്പറേറ്റ് ടാക്സിൽ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഫ്രീ സോണിൽ ഓപ്പറേറ്റ് ചെയ്ത് മെയിൻലാൻഡിലും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ട്സ് സെപ്പറേറ്റ് ആണ്, അപ്പോൾ മറ്റുള്ള ഫേവേഴ്സും ബെനിഫിറ്റ്സും ഒക്കെ വാലിഡ് ആയിരിക്കുമോ? Definitely on track your question is, അതായത് in connection with the accounting side itself, why would they have asked us to maintain free zone books of accounts and mainland books of accounts? കാരണം ഇതനുസരിച്ചിട്ട് വേണം ഇവർക്ക് ടാക്സേഷനും ഡേറ്റ കളക്ഷനും വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്രീ സോൺ ബിസിനസ് ഫ്രീ സോണിൽ ആക്ടിവിറ്റി ചെയ്ത് ഫ്രീ സോണിൽ ഒരു ക്വാളിഫൈങ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഈ ക്വാളിഫൈങ് ഇൻകം വിൽ സ്റ്റിൽ ബി സബ്ജക്ട് ടു 0% ടാക്സ് തന്നെ. പക്ഷേ മറിച്ച് നമ്മുടെ മെയിൻലാൻഡിൽ ഞാൻ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഞാൻ സെപ്പറേറ്റ്ലി റെക്കോർഡും ചെയ്യുന്നു, ആൻഡ് ആ ഇൻകമിൽ സെപ്പറേറ്റ്ലി 9% ടാക്സ് ആപ്ലിക്കബിൾ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇഫ് ഐ എം പുട്ടിങ് ഇൻ ടെക്നിക്കൽ ടേംസ്, നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് ലോ എടുത്ത് വായിച്ചാൽ, ഫ്രീ സോൺ പ്രൊവിഷൻസ് എന്ന സെക്ഷനിൽ നിങ്ങൾ വായിച്ചാൽ, there is a point that they're saying, if you're a free zone business and you're having a domestic permanent establishment, that domestic permanent establishment will be subject to 9% separately. അങ്ങനത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു. Now nobody really understood അതെന്താ അവിടെ വെച്ചേ, എന്തുകൊണ്ടാ അത് ഈ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ബട്ട് നൗ when they release this, ഇതൊന്ന് ഇറക്കിയപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ തുടങ്ങി. ഈ പ്രൊഫഷനിൽ ഇരിക്കുന്ന എല്ലാ ടാക്സ് എക്സ്പേർട്സ് they are suddenly able to connect it with this point. ഇപ്പം ഞാനൊരു ഫ്രീ സോൺ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൻലാൻഡിൽ ഒരു ഡൊമസ്റ്റിക് പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ഡൊമസ്റ്റിക് ബ്രാഞ്ച് ലൈസൻസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഡൊമസ്റ്റിക് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ ഷോപ്പ് ഓർ ആ ബ്രാഞ്ച് ലൈസൻസ് ഓർ ദാറ്റ് ആക്ടിവിറ്റി സെപ്പറേറ്റ്ലി 9% ടാക്സിബിൾ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു റെസൊല്യൂഷൻ വന്നപ്പോഴത്തേക്കും എവരി വൺസ് ലൈക്ക്, ഫ്രം എ ബിസിനസ് ആംഗിൾ ഡെഫിനറ്റ്ലി പുതിയ മാർക്കറ്റ്, മോർ ഇൻകം ദേ ക്യാൻ ടാപ്പ് ഇൻ ടു.
Now ഇപ്പം ഹിഡൻ കംപ്ലയൻസ് മാറ്റേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും there are these hidden cautions that we should be aware of. All right. And ഈ ലേബർ ലോയിലും എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമോ? Yes, labor law, it's not a big difference that's going to happen. ഇപ്പം ഞാൻ മെയിൻലാൻഡിൽ ആക്ടിവിറ്റി തുടങ്ങിയാൽ ഞാൻ അവിടെയും എംപ്ലോയ്മെന്റ് വീസ വർക്ക് പെർമിറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അതായ കറക്റ്റ് എമിറേറ്റിന്റെ വർക്ക് പെർമിറ്റ്സും വിസസും എല്ലാം ഐ വിൽ ഹാവ് ടു ടേക്ക് ആൻഡ് കംപ്ലൈ വിത്ത് ദി നോർമൽ ലേബർ ലോ ഇറ്റ്സെൽഫ് തന്നെ. ഓക്കെ. ആൻഡ് യെസ്, അപ്പോൾ with lot of opportunities comes a lot of ifs and buts. നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും അല്ലേ? Of course. There are a lot of clarities that are yet to come. പറഞ്ഞതുപോലെ എന്ത് ആക്ടിവിറ്റീസിനാണ് ഇത് വരുന്നതെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. They itself told within coming 6 months they will release it. അപ്പോൾ നമുക്ക് 6 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. And also at the same time ഒരു ഫ്രീ സോൺ കമ്പനി ഓൾറെഡി മെയിൻലാൻഡിൽ ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ they have told 1 year ടൈം ഉണ്ട് നിങ്ങൾക്ക് റെലവൻറ്റ് അപ്രൂവൽസും ലൈസൻസസും എടുക്കാനും വേണ്ടി. ഓൾ റൈറ്റ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകും എക്സ്പേർട്ട് അഡ്വൈസിൽ. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ടോപ്പിക്സിലേക്ക് വരുന്നുണ്ടാകും. കീപ് വാച്ചിങ് എക്സ്പേർട്ട് അഡ്വൈസ് ഓൺലി ഓൺ NTV. വിൽ സീ യു ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു എക്സ്പേർട്ട് അഡ്വൈസ്. ഞാൻ ഡയന സുമൻ. നമ്മളോടൊപ്പം ഉള്ളത് CA ജെയ്സൺ മണ്ഡപത്തിൽ ഫ്രം ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫോർ യുവർ എൻക്വയറീസ് ഡയറക്ട്ലി യു ക്യാൻ റീച്ച് ഔട്ട് ടു ഹിം ഓൺ ഹിസ് നമ്പർ. ഇറ്റ്സ് ഹിസ് മൊബൈൽ നമ്പർ 056693699. ഈ നമ്പറിൽ വാട്സപ്പിലൂടെയും കോളിലൂടെയും നിങ്ങൾക്കിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറിച്ചുള്ള സംശയങ്ങളാവട്ടെ, അല്ല നിങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ലോക്കലി ഇഫ് യു ആർ ഡൂയിങ് സം ബിസിനസ് അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഗൈഡൻസ് ഒക്കെ വേണമെങ്കിൽ യു ക്യാൻ ഫീൽ ഫ്രീ ടു കണക്ട് ടു ഹിം അല്ലേ? Definitely. യെസ്. അപ്പോൾ നമ്മൾ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിഞ്ഞു. ഒരുപാട് ഹോപ്പ്ഫുൾ ആയിരിക്കാൻ പറ്റിയ ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ സംശയങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ഡൂയിങ് ഓൺലൈൻ ഈ ഗാർമെന്റ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നത്. ദേ അക്വയർ ഗാർമെന്റ് ഫ്രം ഇന്ത്യ ഓർ ചൈന ഫ്രം സച്ച് പ്ലേസസ്. എന്നിട്ട് ദേ യൂസ് ദർ ഫേസ്ബുക്ക്, വാട്സാപ്പ് ഓർ വെബ്സൈറ്റ് ടു ഡൂ ദ പബ്ലിഷിംഗ് ഒക്കെ ചെയ്ത് ദേ get the revenue out of it. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പറയുന്ന ലോസും അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ എങ്ങനെ how does it affect them? Yes, this indeed is very valid actually. കാരണം ഈ ഒരു യങ് ജനറേഷൻ ഇഫ് യു ടേക്ക് അപ്പ് there is a big uprise. നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഓൺടർപ്രണേഴ്സ് എന്ന ഒരു കാറ്റഗറി ഒരു ടേം ഉപയോഗിക്കാം ആക്ച്വലി. സോഷ്യൽ മീഡിയ ഓൺടർപ്രണേഴ്സ് കേക്ക് ഉണ്ടാവുന്ന ആൾക്കാരാണ്, കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാവാം. It can be party decors. ഇഷ്ടം പോലെ നമുക്കിപ്പം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ തുറന്ന് നോക്കുവാണെങ്കിൽ there will be ഫേസ്ബുക്ക് മാർക്കറ്റ്. അവിടെ നോക്കുവാണെങ്കിൽ കേക്ക് ഒക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ബർത്ത്ഡേ പാർട്ടി ഡെക്കറേഷൻ സർവീസസ്, ഇങ്ങനത്തെ ഒക്കെ കുറേ ആക്ടിവിറ്റീസ് ആർ അവൈലബിൾ ടു us സോഷ്യൽ മീഡിയ കാരണം. അപ്പോൾ along with this itself lot of people are getting into this. അപ്പോൾ ഇവർക്കൊക്കെ നമ്മുടെ ടാക്സബിലിറ്റി ഇസ് വെരി മച്ച് ആപ്ലിക്കബിൾ. പക്ഷെ ചില കണ്ടീഷൻസ് ഒക്കെ നോക്കണം. ഫസ്റ്റ് തിങ് ഇസ് do they have a license for the activity that they're doing എന്ന് നോക്കണം. ഇപ്പം കുറെ പേരൊക്കെ എസ്പെഷ്യലി ഫുഡ് ഇൻഡസ്ട്രി സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ വെറും ലൈസൻസ് എടുത്താൽ പോരാ, ബട്ട് ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ്, ഇങ്ങനത്തെ ഇൻസ്പെക്ഷൻസ്, ഓൾ ദീസ് ക്രൈറ്റീരിയസ് ആർ ടു ബി ലുക്ഡ് ഇൻ ടു. They cannot simply go mass producing food items, cakes, bakery items and sell it. Definitely food regulations, food safety regulations എല്ലാം ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഇവര് ട്രേഡ് ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ട്രേഡ് ലൈസൻസ് ആണോ എടുത്തേക്കുന്നത് ഇസ് വാട്ട് വിൽ ഹാവ് ടു ലുക്ക് നെക്സ്റ്റ്. അവരൊരു LLC കമ്പനി ആയിട്ടാണോ തുടങ്ങിയേക്കുന്നത്, ഫ്രീ സോൺ കമ്പനി LLC ഒരു കമ്പനി സെറ്റപ്പിലാണോ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രീ ലാൻസർ സെറ്റപ്പ് അല്ലെങ്കിൽ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് സെറ്റപ്പിലാണോ അവരുടെ ലൈസൻസ് എടുത്തേക്കുന്നതെന്ന് വിൽ ഹാവ് ടു സേ. ബിക്കോസ് ബോത്ത് ഓഫ് ദീസ് ഹാവ് ടു വെരി ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്സ്. സാധാ ഒരു LLC ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രീ സോൺ എൻറ്റിറ്റി, ഫ്രീ സോൺ കമ്പനി ഇങ്ങനത്തെ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് ടു രജിസ്റ്റർ ഫോർ കോർപ്പറേറ്റ് ടാക്സ് നോ മാറ്റർ വാട്ട്. എന്ത് ഇൻകം ലെവൽ ആണെന്നുണ്ടെങ്കിലും ഇറ്റ് ക്യാൻ ബി 10 dirhams, ഇറ്റ് ക്യാൻ ബി 10 million, ഡസൻറ്റ് മാറ്റർ. ദേ ഹാവ് ടു രജിസ്റ്റർ ഫോർ കോർപ്പറേറ്റ് ടാക്സ് ആൻഡ് എല്ലാ കൊല്ലം ദേ ഹാവ് ടു ഫയൽ ദെയർ ടാക്സ് റിട്ടേൺസ് ഓൾസോ. നൗ കമ്മിങ് ടു ദി സെക്കൻഡ് കാറ്റഗറി, അതായത് സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആൾക്കാർ അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ് ആൾക്കാർ, ഇവർക്കൊക്കെ ആണെങ്കിൽ ദെയർ ലീഗൽ സ്റ്റേറ്റസ് ഇസ് ആസ് എ നാച്ചുറൽ പേഴ്സൺ. ഇപ്പം കോർപ്പറേറ്റ് ടാക്സിന്റെ ലോയിലോട്ട് വരുമ്പോൾ
natural persons have a separate treatment. They're saying അവരിപ്പം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല കോർപ്പറേറ്റ് ടാക്സിന്. മറിച്ച് 1 million dirhams ടേൺ ഓവർ ഉണ്ടെങ്കിൽ, that is other than any personal investment income, 1 million ടേൺ ഓവർ ഫ്രം ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ only then do you have to go register for corporate tax. 1 millionന്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. They don't have to file tax returns. They don't have to worry about corporate tax. മറിച്ച് 1 million ക്രോസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ definitely they have to get themselves registered and do tax filing every year. ഈ 1 million എന്ന് പറയുമ്പോൾ every 12 months നോക്കുന്നുള്ളൂ. ഇപ്പം ജനുവരി ടു ഡിസംബർ 2024 ഒരാൾക്ക് 1 million എത്തിയില്ല എന്ന് വിചാരിച്ചോ, ആ ഒരു 12 months ലാപ്സ് ആയി. He doesn't have to register for corporate tax. ഇനി അടുത്തത് ജനുവരി 25 ടു ഡിസംബർ 25 1 million ആവുന്നുണ്ടോ എന്ന് അടുത്തത് നോക്കിയാൽ മതി. So every 12 months we have to see നമുക്ക് 1 million എത്തിയോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയിട്ട് we'll have to decide. ആ ഒരു small business relief they are giving it out here. Coming to a category of നമുക്ക് social media influencers നോക്കുവാണെങ്കിൽ definitely these days they get paid high. ഇപ്പം ഒരു മാർക്കറ്റിംഗ് ലോഗോ അല്ലേ, ഇപ്പം യു ആർ പുഷിംഗ് കണ്ടന്റ്, ഫാസ്റ്റ് കണ്ടന്റ് ഒന്ന് സെല് ചെയ്യാൻ നോക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ കൂടുന്നുണ്ട് മാർക്കറ്റിലും. ഡെഫിനറ്റ്ലി മെനി ബിസിനസ്സസ് വിൽ ബി യൂസിങ് ദെയർ സർവീസസ്. അറ്റ് ദ സെയിം ടൈം ഇവർക്കൊക്കെ നല്ല പേ ആക്ച്വലി കിട്ടുന്നുണ്ട്. ഇപ്പം ഒരു മെഗാ ഇൻഫ്ലുവൻസർ ലെവലിലൊക്കെ ആണെങ്കിൽ അവർക്കും ഈ പറയുന്ന 1 million എത്താൻ ബുദ്ധിമുട്ട് കാണില്ലായിരിക്കും. ഡെഫിനറ്റ്ലി. Now the question is, have they registered their business or are they not a registered business? അതായത് ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല, അവർ ജസ്റ്റ് വീട്ടിലിരുന്ന് സ്വന്തം ബിസിനസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു ട്രേഡ് ലൈസൻസ് ഒന്നുമില്ല ഇവർക്ക്, പ്രൊഫഷണൽ ലൈസൻസ് ആവും എന്തെങ്കിലും. ഇഫ് ദേ ഡോണ്ട് ഹാവ് സച്ച് ലൈസൻസ്, എന്നാലും ഇതൊരു ബിസിനസ് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ആൻഡ് യു ആർ മേക്കിംഗ് ഇൻകം, യു ആർ സപ്പോസ് ടു ഗെറ്റ് യുവർ സെൽഫ് രജിസ്റ്റേർഡ് ഫോർ ബിസിനസ് പർപ്പസ് അറ്റ് ദ സെയിം ടൈം ഫോർ കോർപ്പറേറ്റ് ടാക്സ് ഓൾസോ. ആൻഡ് ഈ ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസിലിരിക്കുന്നു, നമ്മൾ ഫോൺ എടുത്ത് നോക്കുകയാണ്, അപ്പോൾ വി ഗെറ്റ് ടു സി എ ലോട്ട് ഓഫ് ഓൺലൈൻ സെയിൽസ്. അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കുന്നത് വാലിഡ് ആയിട്ടുള്ളൊരു ലൈസൻസ്ഡ് ഒരു പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഒരു കമ്പനി ആണോ എന്ന് നമ്മൾക്ക് അറിയാൻ എന്തെങ്കിലും ഒരു that is quite a challenge indeed. ഇപ്പം ഈ പറഞ്ഞ ഫേസ്ബുക്ക് മാർക്കറ്റ് ആവാം, ഇൻസ്റ്റാ ഷോപ്പ് ആവാം, അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓൺലൈൻ മാർക്കറ്റിംഗ് ഓർ ഓൺലൈൻ സോഷ്യൽ മീഡിയ എന്നൊരു സാധനം വാങ്ങിക്കാൻ നോക്കുവാണെങ്കിൽ we cannot know whether they are registered or not upfront. പക്ഷെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് അവരോട് ഡെഫിനറ്റ്ലി തുറന്നു ചോദിക്കാം, ആർ യു എ രജിസ്റ്റേർഡ് കമ്പനി? നിങ്ങളുടെ ട്രേഡ് ലൈസൻസ് ഷെയർ ചെയ്യാം. ട്രേഡ് ലൈസൻസ് യു ആർ സപ്പോസ് ടു ഡിസ്പ്ലേ ഇറ്റ് ഫോർ പബ്ലിക് വ്യൂ. നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും ഏത് കമ്പനി പോയാലും അവർ റിസപ്ഷനിൽ മിക്കവാറും ഒരു ചെറിയൊരു കഫ്റ്റീരിയ പോയാലും റിസപ്ഷന്റെ നേരെ ബാക്കി നിങ്ങൾ നോക്കി അവരുടെ ട്രേഡ് ലൈസൻസ് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ബൈ ലോ യു ആർ സപ്പോസ് ടു കീപ് ഇറ്റ് ദർ. അപ്പോൾ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് ദീസ് പീപ്പിൾ ബിഫോർ യു പ്ലേസ് ആൻ ഓർഡർ അറ്റ് ദ സെയിം ടൈം. കാരണം ഈ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ എന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. ഓഫ് കോഴ്സ്. ഓൾറൈറ്റ് പെർഫെക്റ്റ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, ഇപ്പോൾ ഫ്രീ സോൺ ലൈസൻസ് ഉള്ള ഒരാൾക്ക് മെയിൻ ലാൻഡിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി DET ലൈസൻസ് അപ്രൂവൽ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും ഒരു കോസ്റ്റ് ഡബിൾ വരുന്ന ചാൻസസ് ഉണ്ടോ? ഫൈനാൻഷ്യലി വിച്ച് ഇസ് മോർ ഈസിയർ ടു ഹാവ് എ ബ്രാഞ്ച് ഓർ ടു ഡു ദിസ് വേ? ഓഫ് കോഴ്സ്. ഇപ്പം നമുക്ക് ഫ്രീ സോൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഗെറ്റിംഗ് എ ഫ്രീ സോൺ ലൈസൻസ്. നമ്മൾ അതിനൊരു ചെലവ് കൊടുക്കുന്നുണ്ട് ഓൾറെഡി. ആൻഡ് ഇഫ് ഐ എം എക്സ്പാൻഡിങ് ടു എ മെയിൻലാൻഡ്, എനിക്ക് പറഞ്ഞതുപോലെ മെയിൻലാൻഡ് ബ്രാഞ്ച് ലൈസൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ NOC ഒരു അപ്രൂവൽ എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ആൻഡ് നല്ലൊരു ചാൻസ് ആണ്, ഒരു ഡബിൾ ലൈസൻസിങ് കോസ്റ്റ് വരുന്ന ഒരു ചാൻസ് ഉണ്ട് ഇവിടെ. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ ഫോർ ഷുവർ. ഒരു കോസ്റ്റ് എലമെന്റ് എന്തായാലും ഉണ്ടാവാം. ആൻഡ് നമുക്ക് ലൈസൻസ് കോസ്റ്റ് മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നല്ല രീതി എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടൻസിനെ വേണം. മേ ബി ഒരാളായിരിക്കും ഒരു കമ്പനിയുടെ മൊത്തം അക്കൗണ്ട്സ് നോക്കുന്നത്, പക്ഷേ ഇപ്പം ഒരാൾ മതിയോ? ഡു വി നീഡ് ടു എക്സ്പാൻഡ് വിത്ത് 2 or 3 പീപ്പിൾ ഇത്രയും വോളിയം നോക്കാൻ? അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അസോസിയേറ്റഡ് കോസ്റ്റും കൂടുന്നുണ്ട്. നമുക്ക് ലൈസൻസ് കോസ്റ്റ് കൂടും, അക്കൗണ്ടൻസ് ഓർ എംപ്ലോയ്മെന്റ് കോസ്റ്റ് കൂടാം. അപ്പോൾ ഓൾ ദീസ് കോസ്റ്റ് ആർ ദെയർ ഇൻ ദ പിക്ചർ ദാറ്റ് വിൽ കം അലോങ് വിത്ത് ദിസ്. എനിവേ നമ്മളൊരു 6 months എന്തായാലും വെയിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അല്ലേ? ആൻഡ് എന്തായാലും ഒരു ബിസിനസ് ഇതിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ദേ വിൽ ഡു എ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അതായത് ഇതിലോട്ട് ചാടാൻ ഒരു ആവശ്യം വരുന്നുണ്ടോ ഈ ബിസിനസ്സിന്? ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് ചാടിയാൽ മതി. ഓർ എൽസ് ദേ വിൽ സ്റ്റിക്ക് വിത്ത് ദെയർ ഓൺ
free zone activities itself. All right. Thank you. And yes, ഇപ്പോൾ നമ്മളോടൊപ്പം തത്സമയമുള്ളത് CA ജെയ്സൺ മണ്ഡപത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ സർവീസ് ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ത്രൂ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അല്ല, ഡയറക്റ്റ്ലി വിളിച്ച് ഇദ്ദേഹത്തോട് സംസാരിക്കണം, സംശയങ്ങളൊക്കെ നിവാരണം ചെയ്യണം എന്നാണ് എങ്കിൽ യു ക്യാൻ റീച്ച് ഹിം ഓൺ ഹിസ് മൊബൈൽ നമ്പർ ഡിസ്പ്ലേഡ് ഓൺ സ്ക്രീൻ 056693699 എന്നുള്ള നമ്പറിൽ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് സപ്പോസ് ഇഫ് പേഴ്സൺ ഓൾറെഡി ഇപ്പോൾ ഒരു കമ്പനി ആവട്ടെ, അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് അവർ ഫയൽ ചെയ്യുന്നുണ്ട്, വാറ്റ് ഫയൽ ചെയ്യുന്നുണ്ട്, എന്നാൽ സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് വേറെ ഫൈൻ വരുമോ? ഓഫ് കോഴ്സ്, ഇതിപ്പം ഈ ചോദ്യം കേട്ടവർക്ക് തന്നെ ഒരു ഊഹമുണ്ടാവും. ഡെഫിനറ്റ്ലി ഒരു ഫൈൻ ഉണ്ടാവും ഇതിൽ തന്നെ. നമുക്ക് റിട്ടേൺ ഫയലിംഗ് മാത്രമല്ല, റിട്ടേൺ പേയ്മെൻറ്റും കൃത്യസമയത്ത് ചെയ്യണം. അപ്പോൾ ഫയൽ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തില്ലെങ്കിലും നമുക്കൊരു പെനാൽറ്റി ഇവിടെ അട്രാക്ട് ആയി വരുന്നുണ്ട്. ദർ ഈസ് ഗോയിങ് ടു ബി എ ലേറ്റ് പേയ്മെന്റ് പെനാൽറ്റി. അതിപ്പം ഓരോ മാസം കൂടി വരാം. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ലയബിലിറ്റി എമൗണ്ട്, അതായത് ടാക്സ് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണാവോ ആ എമൗണ്ടിന്റെ മേളിലോട്ട് ദേ വിൽ ആഡ് ഇൻട്രസ്റ്റ് ഓൾസോ ടിൽ ദ ടൈം യു പേ. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ഫിക്സ്ഡ് പെനാൽറ്റി, മറിച്ച് ഓരോ മാസം ഇത് കൂടി കൂടി വരും until you clear the balance. അപ്പം എന്തായാലും കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൊടുത്തേ പറ്റൂ. Alright, thank you so much, Jason. It was wonderful. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഇതിന് പുറമെ എന്തെങ്കിലും സജഷൻസോ ടിപ്സോ അഡ്വൈസസോ ഗോൾഡൻ ടിപ്പ് കൊടുക്കുന്നോ ബിഫോർ യു വൈൻഡ് അപ്പ് ദ ഷോ? Something in connection with what we spoke today is നമ്മുടെ അക്കൗണ്ടിങ് സൈഡിലോട്ട് വന്നപ്പോൾ, അതായത് സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പറയുന്ന പോലെ ഒരു എളുപ്പം ടാസ്ക് അല്ല. നോട്ട് എവറി അക്കൗണ്ടന്റ്, ഒരു ജൂനിയർ അക്കൗണ്ടന്റ് മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. ഇതിനൊരു എക്സ്പീരിയൻസ് അക്കൗണ്ടന്റ് തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ ഹയറിങ് എ ഗുഡ് അക്കൗണ്ടന്റ് നോട്ട് ഓൺലി എൻഷുവേഴ്സ് യുവർ സേഫ്റ്റി ബട്ട് പ്രോപ്പർ ഒരു കംപ്ലയൻസ്, അതായത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം ആളിൽ. സോ ഇറ്റ്സ് നോട്ട് എ ബിസിനസ് അഡ്വൈസ്, ഇറ്റ് ക്യാൻ ബി സംതിങ് ഓഫ് എ ഓപ്പറേഷണൽ അഡ്വൈസ് ദാറ്റ് നിങ്ങൾക്കൊരു ഓപ്പറേഷൻസ് മുടങ്ങാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു തലവേദന വരാതിരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ വെരി experienced accountant when you're going into certain complicated areas. All right. Appo that would be a very small tip, I would say. True. And yes, enna alpalabam perinjeyadam malayalathilu oru paranjolundu. All right. Because when people are desperate to have a job, adu cheyan ariyamnu parnirikkum. So you trust that ഒരു ഫ്രഷർ ആണെങ്കിലും പഠിച്ചോളും. Yes. If I have to add into this, കാരണം ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് ടാക്സിന്റെ സൈഡ് നോക്കാനുണ്ട്, അക്കൗണ്ട്സിന്റെ സൈഡ് നോക്കാനുണ്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓഡിറ്റിന്റെ ടൈമിൽ വരുമ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ഓഡിറ്റ് ചെയ്യേണ്ട. ഓഡിറ്റ് റിപ്പോർട്ട് cannot be issued for these two separately. ഓഡിറ്റ് റിപ്പോർട്ട് is for the entity, and entity നോക്കുവാണെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയം നോക്കുമ്പോൾ രണ്ടും എങ്ങനെ ആഡ് ചെയ്യുന്നു. ഇപ്പം ഓക്കെ, ഇഫ് ഐ ഹാവ് ടു ആഡ് വൺ മോർ പോയിന്റ്, ആക്ച്വലി ലാസ്റ്റ് മിനിറ്റിൽ ഒരു പോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ, ഞാനിപ്പം സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെച്ചാൽ, ഫ്രീ സോണിൽ നിന്ന് നിങ്ങളിപ്പം ഒരു സാധനം മെയിൻലാൻഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. നിങ്ങളിപ്പം ഒരു ഷോപ്പ് തുടങ്ങിയെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഫ്രീ സോണിൽ ഇരിക്കുന്ന വെയർ ഹൗസിൽ നിന്ന് സാധനം എടുത്ത് ബ്രാഞ്ചിലോട്ടൊന്ന് കൊണ്ടുവരുത്തി നമ്മുടെ മെയിൻലാൻഡ് ബ്രാഞ്ചിലോട്ട്. അപ്പോൾ എൻ്റെ മെയിൻലാൻഡ് ബ്രാഞ്ചിന്റെ ബുക്സ് നോക്കുവാണെങ്കിൽ ഇതൊരു പർച്ചേസ് ആയി മാറി. ഐ കനോട്ട് ജസ്റ്റ് ബുക്ക് സെയിൽസ് ഓർ ദർ, എനിക്കൊരു പർച്ചേസും കാണിക്കേണ്ട. അപ്പോൾ ഒരു കമ്പനിയുടെ ഇടയിൽ തമ്മിൽ എനിക്കൊരു പർച്ചേസും സെയിലും വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ഇത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആയി മാറി ഫോർ ടാക്സ് പർപ്പസ്. ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആയി മാറിയാൽ എനിക്ക് ആംസ് ലെങ്ത് പ്രൊവിഷൻ, അതായത് മാർക്കറ്റ് പ്രൈസിങ് തന്നെയിൽ ഐ ഹാവ് ടു ഡു ഇറ്റ് ബിറ്റ്വീൻ ഈച്ച് അതർ. എനിക്ക് 100 രൂപയ്ക്ക് വെക്കുന്ന സാധനം എൻ്റെ കമ്പനിക്ക് വെക്കുമ്പോൾ എനിക്ക് 100 രൂപയ്ക്ക് ഇങ്ങോട്ടേക്കും കൊടുത്തിട്ട് 100 രൂപയ്ക്ക് കസ്റ്റമറിന് മറ്റെവിടെ 0 ലാഭം 0 ടാക്സ് കൊടുക്കാം എന്ന് ചില കമ്പനികൾ പുറത്ത് വെച്ചിട്ടുണ്ടാവാം. ബട്ട് ഇറ്റ് ഡസന്റ് വർക്ക് ദാറ്റ് വേ. Yes. Yes, that will not be possible over here. There are definitely rules and regulations for this, especially thin compliances that you see. പക്ഷെ നല്ല ഡേഞ്ചറസ് ആയ ഒരു കംപ്ലയൻസ് ആണ് ഇത്. അപ്പോൾ business people should consider this very seriously before jumping into it. All right, thank you so much, Jason. It was lovely having you with us on Expert Advice. എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും. But before that, in case if you want to reach out to Jason, you can reach out to him on his number 056693699, or else ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസിലൂടെ CA ജെയ്സൺ മണ്ഡപത്തിൻ്റെ അപ്പോയിൻമെൻറ്റും സർവീസും നിങ്ങൾക്ക് നേടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. വിൽ സീ യു നെക്സ്റ്റ് വീക്ക്. താങ്ക് യു.